ഇപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്നാണെന്നറിയാം. ഇപ്പോൾ ഒരാൾ കല്യാണം കഴിക്കുന്നു. ആരാ കല്യാണം നടത്തുന്നത്? അപ്പനും അമ്മയും. അച്ഛനും അമ്മയും കല്യാണം കഴിക്കുന്നു. എന്നിട്ട് ഈ മകനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനെ കൊണ്ട് അവൻ വളർന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പെണ്ണ് കംഫർട്ടായിരിക്കുമോ? ഒരിക്കലുമല്ല. കാരണം അത് വേറൊരു കൾച്ചറൽ ഡിഫറൻസ് ഉള്ള ഒരാളെ ഇവിടേക്ക് പറിച്ചു നടുകയാണ്. നമ്മളൊരു പൂച്ചട്ടി ഒരു കടയിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് അവിടെ വളർന്ന പോലെ ഇവിടെ വളരണം നിർബന്ധമൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ ഒരാളെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്? സ്വന്തമായൊരു വീടെടുത്ത് അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത് അവരവരുടെ ജീവിതം തുടങ്ങണം. അച്ഛനും അമ്മയ്ക്കും ഇടയ്ക്കൊക്കെ ഇവിടെ വരാം, കാണാം, മക്കൾക്ക് അങ്ങോട്ട് പോകാം. ഇതല്ലേ കംഫർട്ട്? ഇതൊരു കംഫർട്ടിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, കല്യാണം നടത്തുന്ന മാതാപിതാക്കളാന്ന് പറഞ്ഞു. ഇനി ഇവർക്കൊരു കുഞ്ഞുണ്ടാകുന്നു, ഇവരുടെ സ്നേഹങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ടാകുന്നു കരുതുക. അതിൻ്റെ പ്രസവം എടുക്കുന്നവരാ? അച്ഛനും അമ്മയും. അതിൻ്റെ ആശുപത്രി കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് കാര്യങ്ങൾ, അതിൻ്റെ ഫുൾ ഇവന്റ് അവരെല്ലാം ചെയ്യുന്നത്. ഇനി അത് പോട്ടെ, ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർ വീട് വെക്കണമെന്നൊരാഗ്രഹം വരുന്നു. നാൾ കഴിയുമ്പോഴാണ്, കല്യാണം കഴിഞ്ഞ് ഉടനെ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോഴും അപ്പനും അമ്മയും വീട് ഭാഗം വെക്കുന്നു, അല്ലെങ്കിൽ ഓഹരികൾ കൊടുക്കാൻ പോകുന്നു. ഈ മക്കളെ കംഫർട്ടാക്കി ഈ മാതാപിതാക്കൾ എപ്പോഴാണ് ജീവിക്കുന്നത്? ഒരു 18 അല്ലെങ്കിൽ 20 വർഷം വരെ ഒരു മകനെയോ മകളെയോ മാതാപിതാക്കൾ വളർത്തുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലം കായ്ക്കാനായിട്ടുള്ള അവസരം അവർക്ക് കൊടുക്കുന്നില്ലാതെ മാതാപിതാക്കൾ തന്നെ എല്ലാം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവരെ ഇങ്ങനെ ഒരു കിണറ്റി കിടക്കുന്ന തവളെ പോലെ ഫുള്ള് കവർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോകുമ്പോൾ അവരുടെ യഥാർത്ഥ എബിലിറ്റികൾ കംപ്ലീറ്റ് നഷ്ടപ്പെടുത്തുകയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കണ്ടേ? തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള, ഞാൻ എപ്പോഴും എൻ്റെ ടോക്കുകളിൽ പറയാനുള്ളത്, ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളതാണ്. ഏറ്റവും പ്രിവിലേജ് ഉള്ള ജോലി ഏതാണെന്ന് ചോദിച്ചാൽ ആൾക്കാരുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഏതാണ്? ഡോക്ടർ, എഞ്ചിനീയർ, വക്കീല്. മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവനും ഓട്ടോ ഡ്രൈവറും പോലീസുകാരനും ഞാനും ഡോക്ടറിനും ഒരേ പ്രിവിലേജേ ഉള്ളൂ ഇവിടെ. ഇതിവിടെ ഇല്ലാത്തത് കൊണ്ടാണ് 25-30 ലക്ഷം രൂപ മുടക്കി UK-യിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ പോയിട്ട് പഠിക്കാനായിട്ട് കുട്ടികൾ പോയിട്ട് അവിടെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഊബറിലും ഒക്കെ പിള്ളേർ അഭിമാനത്തോടു കൂടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ആരും നീ എന്ത് കുറഞ്ഞ ജോലിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്നതാണ് എന്നുള്ള രീതിയിലൊന്നും ആരും കാണിക്കാറില്ല. അപ്പോൾ അവൻ അവിടെ സ്വാതന്ത്ര്യമായിട്ട്. പക്ഷേ ഇന്ത്യയിൽ ഇത് പറ്റില്ല. ഞാൻ ചുമ്മാ ചോദിക്കട്ടെ, ഊബറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഊബറാണോ? എന്നുവെച്ചാൽ ഊബറുകാർ കല്യാണം കഴിക്കുന്നില്ലെന്നല്ല അതിനർത്ഥം. പെട്ടെന്ന് അതിനൊരു ഡിമാൻഡ് താഴുകയാണ്. ഗവൺമെൻറ് ജോലിയാണ് ആണോ എന്നാൽ പിന്നെ നോക്കാം. കേരളമാണ് ശരിക്കും ആത്മഹത്യക്ക് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. ഡിവോഴ്സിന് കൊല്ലമാണ് എന്നാണ് സർവേ. അതെ, അല്ല കേരളത്തിൽ കൊല്ലം അല്ലേ. അതിനോടൊപ്പം തന്നെ ഡിവോഴ്സ് നടക്കുന്നത്. ശരി, ഇതിലൊരു ശരിക്കും സൈക്കോളജിക്കൽ ഫാക്ടർ ഇല്ലേ ശരിക്കും? അതായത് നമ്മളൊരു 20 വർഷം പുറകിലാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഒന്ന് ചുമ്മാ ഇരുന്ന് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഒരു പുരുഷന് ഒറ്റ പാർട്ണറെ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് സ്റ്റഡി. അതായത് ആർക്കും അങ്ങനെ നമ്മളെ ആളുകൾ തെറ്റിദ്ധരിക്കും. അല്ല, അങ്ങനത്തെ അർത്ഥമല്ല. നമുക്ക് പല പാർട്ട്നേഴ്സ് വേണമെന്നുള്ളൊരു മീനിങ്ങിലല്ല ഞാൻ പറയുന്നത്. ഞാനൊരു തോട്ട് പറയുകയാണ്. അപ്പം അതിന് മനുഷ്യനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ മനുഷ്യൻ അങ്ങനെ പറ്റില്ല. പക്ഷെ നമ്മൾ സമൂഹം എന്നുള്ളൊരു സംഭവം ഡെവലപ്പ് ചെയ്തു വന്നു. അതിനകത്ത് ചില റൂളുകളുണ്ടായി അല്ലേ. അപ്പം ഇത് അമ്മ, അച്ഛൻ, സഹോദരി, മകൾ, ഭാര്യ എന്നുള്ളൊരു സംഭവം ഉണ്ടായി. വിവാഹം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നടക്കുന്നു. റിലീജിയസ് തോട്ട്സുകളെ അതിനകത്ത് ചേർന്നു. എന്നിട്ട് അവരെ വേർതിരിപ്പെടുത്താൻ പാടില്ല എന്ന് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നു. അങ്ങനത്തെ ഒരു പഴയ കാലം മുതലേ അങ്ങനെ ചിന്തിച്ച് പഠിച്ച് നമ്മൾ കണ്ട പൂർവികർ നമ്മൾക്ക് എന്താ പറഞ്ഞാൽ അങ്ങനെ പോകുന്നത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഇവിടുത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒരാൾ വിവാഹം കഴിച്ചു. പല സ്ത്രീകളും അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഈ കുടുംബ ജീവിതത്തിന് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ചിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതേപോലെ തന്നെ പുരുഷന്മാരും. ഒരു സമയം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയി അവർ പിച്ച വെച്ച് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ സ്വന്തം കാലിൽ നിൽക്കുന്ന സമയത്ത് ഈ ചരട് അവർ പൊട്ടിക്കുന്നു. കാരണം എനിക്ക് എൻ്റെ വിഷൻസും എൻ്റെ സ്വപ്നങ്ങളും ഒന്നും ഇങ്ങനെ ഒരു പാർട്ട്ണറോടൊപ്പം നിന്നാൽ നടക്കില്ല എന്ന് തോന്നുന്ന സമയത്ത് അവർ ബന്ധം വേണ്ടാന്ന് വെക്കുന്നു. എന്നാൽ പണ്ടത്തെ കാലത്ത് സ്ത്രീകൾക്ക് വീട്ടിൽ അമ്മയാകാനും ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാനും കുഞ്ഞുങ്ങളെ പോറ്റാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇന്ന് ആഗ്രഹിച്ച് നടന്നവരുണ്ട്. ഇല്ല, ആഗ്രഹിച്ച് നടന്നതല്ല, അത് അങ്ങനെ കൊടുത്തു, അവരെ അങ്ങനെ ആക്കി. ഇന്ന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുണ്ട്. പുരുഷൻ ഏന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താലും സ്ത്രീ ഏന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താലും ഒരേ റിസൾട്ട് തന്നെ കിട്ടുള്ളൂ. തീർച്ചയായിട്ടും അല്ലേ? അപ്പം അവനും ഈ ജെൻഡർ വൈസിട്ടുള്ള ഒരു ഡിഫറൻസ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം സ്ത്രീയും പുരുഷനും ഈക്വലാണ്. അപ്പം അവർക്കും അവരുടേതായ തോട്ടുകളും അവരുടേതായ വിഷൻസും ഉണ്ട്. ചിലപ്പോൾ ഈ പാർട്ണറോടൊപ്പം ഇത്രയും കാലം ഈ സമൂഹത്തിലുണ്ടായിരുന്ന ചില കെട്ടുപാടുകൾക്കിടയിൽ
ഇത് ഭേദിക്കാൻ പറ്റാതെ മനസ്സിൽ അടക്കി പിടിച്ച് എത്രയോ കാലം എത്രയോ സ്ത്രീകൾ ജീവിക്കുന്നുണ്ട്, എത്രയോ പുരുഷന്മാർ ജീവിക്കുന്നുണ്ട്. ഒരു സമയം കഴിയുമ്പോൾ ഇപ്പം ഏറ്റവും വലിയ സർവേ എന്ന് പറഞ്ഞാൽ 35-നും 45-നും ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത്. അവർ ജീവിതത്തെ വേറൊരു ആംഗിളിൽ കാണാൻ മനസ്സിലാക്കുന്നു. അല്ലാതെ ആഢ്യാഭരണങ്ങൾ വിട്ട് സെൽഫി ഷൂട്ടുകൾ നടത്തി സേവ് ദ ഡേറ്റും എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് കല്യാണം എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ അതല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകാനായിട്ട് ഇത്രയൊക്കെ സമയം എടുക്കുന്നുണ്ട്.